നമ്മെ മൂടിടുമ്പോ ലോകവെളിച്ചമായി അവനണയും. രോഗികളായിടുമ്പോ സൗഖ്യദായകൻ അവൻ കരുതും. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ. മാറമധുരമാ മാറ്റിടുമേ, മാറമധുരമാ മാറ്റിടുമേ. യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനം 148 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിക്കുവിൻ. ആമേൻ. ഈ 148 സങ്കീർത്തനം എല്ലാവരും കർത്താവിനെ സ്തുതിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച വചനം, തന്നോട് അടുത്തിരിക്കുന്ന ജനമായ ഇസ്രായേൽ മക്കളായ സകല ഭക്തന്മാർക്കും പുകഴ്ചയ്ക്കായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ. തന്നോട് അടുത്തിരിക്കുന്നവർക്ക് പ്രശംസിപ്പാൻ, ആനന്ദിപ്പാൻ ഒരു കൊമ്പിനെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഏതാണ് ആ കൊമ്പ്? തന്നോട് അടുത്തിരിക്കുന്നവർക്ക് സന്തോഷിക്കാനുള്ള ആ കൊമ്പ് ഏതാ? അത് വേറെ ആരുമല്ല, അത് യേശുവാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി, ആ ദൈവത്തിനോട് അടുത്തിരിക്കുന്നവരുടെ പ്രശംസയാണ് യേശു. അതുകൊണ്ടാണ് പറയുന്നത്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. കാരണം കർത്താവ് നമുക്ക് ജ്ഞാനവും വിശുദ്ധിയും വീണ്ടെടുപ്പും എല്ലാമാണ്. അതുകൊണ്ട് അവനിൽ പ്രശംസിക്കണം. നമ്മുടെ പ്രശംസാ വിഷയം എന്ന് പറയുന്നതും നമ്മുടെ പുകഴ്ച വിഷയം എന്ന് പറയുന്നതും യേശുവാണ്. നമുക്ക് അങ്ങനെ ഒരു കൊമ്പിനെ ദൈവം ഉയർത്തിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ അതെന്താണ്? ആ ഉയർത്തപ്പെട്ട കൊമ്പ്, ആ ഉയർത്തപ്പെട്ട കൊമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല വിഷയങ്ങളും പരിഹരിക്കപ്പെടും. ഇത് ഒരു വിധത്തിൽ ഒരു കൊമ്പാണ്. വേറെ സ്ഥലത്ത് പറഞ്ഞത് വെട്ടപ്പെട്ട കൊമ്പാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ മാറയിലെത്തി. അവിടെ ആ മാറയെ മധുരമാക്കിയത് എന്താണെന്നറിയാമോ? ഒരു വെട്ടപ്പെട്ട കൊമ്പാണ്. ആമേൻ. സ്തോത്രം. ഞാനെന്ന് പറയുന്ന ഈ കൊമ്പ് നിന്റെ മാറയെ മധുരമാക്കും. ഈ കൊമ്പ് നിന്റെ കയ്പിനെ മധുരമാക്കും. ഭയങ്കര കയ്പിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, നവോമിയെ പോലെ കയ്പിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, ജീവിതം മുഴുവൻ തകർന്നു പോയ ജനം, ഭയങ്കര പ്രതീക്ഷിച്ച് തുടങ്ങിയ ജീവിതം നഷ്ടങ്ങളുടെ വലിയ കൂമ്പാരമായി തീർന്ന, ഇനി എനിക്ക് പ്രശംസിപ്പാനും സ്വപ്നം കാണാനും ഒന്നുമില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, മാറയെ മധുരമാക്കുന്ന ഒരു കൊമ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കാരണം നിന്റെ പുറകെ വരുന്നവരാരും ഇനി കയ്പ് അനുഭവിക്കരുത്. നീ അതിനെ മധുരമാക്കും. ജീവിതത്തിനകത്തെ തലമുറകളായി തുടരുന്ന ചില കയ്പുകളെ കർത്താവ് മധുരമാക്കാൻ പോകുന്നു എന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു. അതെ, തൻ്റെ ഭക്തന്മാർക്കായി ദൈവം ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. ആമേൻ. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുത്താട്ടെ. നിങ്ങൾക്കായി ഉയർത്തപ്പെട്ട കൊമ്പ് നിങ്ങളുടെ കയ്പിനെ മാറ്റും. നിങ്ങൾക്കായി ഉയർത്തപ്പെട്ട കൊമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അതിശയങ്ങളെ ചെയ്യും. സ്തോത്രം. യേശുവിലൂടെ നിങ്ങൾ പ്രശംസിക്കാൻ പോകുകയാണ്. യേശു നിമിത്തം നിങ്ങൾ പുകഴ്ചയിലേക്ക് എത്താൻ പോകുകയാണ്. ചില പ്രശംസാ അനുഭവങ്ങൾ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു. യെസ്,
കർത്താവിനെ വിശ്വസിച്ചോ? മാറ മധുരമാകാൻ പോകുന്നു. പാറയിൽ നിന്ന് തേൻ ഒഴുകാൻ പോകുന്നു. വെള്ളം പുറപ്പെടാൻ തുടങ്ങുന്നു. അതിശയങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. പിതാവ്, യേശുവിനെ ഞങ്ങൾക്കായിട്ടൊരു കൊമ്പായി ഉയർത്തിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കയ്പുകളെ മാറ്റുന്ന, കയ്പേറിയ അനുഭവങ്ങളെ ഒരു മധുരമാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾക്കായി നൽകിയ യേശുവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവെ, അങ്ങ് തന്നെ ഞങ്ങളുടെ പുകഴ്ചയാകുന്നു. യേശുവെ, അങ്ങ് തന്നെ ഞങ്ങളുടെ പ്രശംസയാകുന്നു. കർത്താവ്, യേശുവിലൂടെ ഞങ്ങൾക്ക് പ്രശംസിപ്പാനായി പരിശുദ്ധാത്മാവെ അങ്ങ് ചില അത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ, ഈ കുടുംബത്തിൽ കർത്താവിൻ്റെ പ്രശംസാകരമായ അത്ഭുതങ്ങൾ കർത്താവെ അങ്ങ് ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കയ്പുകൾ മാറിപ്പോകട്ടെ. കുടുംബത്തിനകത്തെ കയ്പുകൾ, വ്യക്തിപരമായ കയ്പുകൾ മാറിപ്പോകട്ടെ. മാറയെ മധുരമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തെളിഞ്ഞ സാന്നിധ്യം ഈ കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ഈ മക്കൾ സൗഖ്യമായി തീരട്ടെ. ഇപ്പോൾ തന്നെ ഈ മക്കൾ ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ലേറ്റായിപ്പോയ ചില കാര്യങ്ങൾ സ്പീഡാകട്ടെ. കർത്താവെ, നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നടക്കട്ടെ. സ്തോത്രം. ഒത്തിരി ടൈമുകൾ എടുത്ത് ആമേൻ ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു, സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കും. മുൻപോട്ട് പോകാനുള്ള ധൈര്യവും ഉറപ്പും കർത്താവ് തരും. ഈ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.